പെരിയ കേസിലെ വിധിയുടെ വിശദാംശങ്ങളിലേക്കാണ്. ശിക്ഷാവിധിയോട് വൈകാരികമായാണ് കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം പ്രതികരിച്ചത്. ശിക്ഷാവിധിയുടെ വിശദാംശങ്ങളിൽ പൊട്ടിക്കരഞ്ഞാണ് കുടുംബാംഗങ്ങൾ അറിഞ്ഞത്. ശിക്ഷ കുറഞ്ഞു പോകുമെന്നും വധശിക്ഷയാണ് പ്രതീക്ഷിച്ചതെന്നും വിതുമ്പലോടെ പ്രതികരണം. പ്രതികളൊക്കെ കുറ്റം ചെയ്തതാണ്. ഇവരൊക്കെ വധശിക്ഷയാണ് കൊടുക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവർത്തിച്ചുണ്ടായത്. അത് കിട്ടിയില്ല. പരമാവധി ശിക്ഷ എന്ന് വെച്ചാൽ വധശിക്ഷയാണ് നമ്മൾ ശ്രമിച്ചിരുന്നത്. വധശിക്ഷ കിട്ടിയില്ല. പക്ഷേ ഈ വിധിക്ക് സന്തോഷമാണ്. പക്ഷേ ഇതിൽ MLA-മാർക്കെല്ലാം കിട്ടിയത് ചെറിയ ശിക്ഷയാണ്, 5 വർഷമാണ്. അവർക്കും കൂടി കിട്ടുന്നതാണ്, ജീവപര്യന്തം കിട്ടുന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ അത് കിട്ടിയില്ല. തൃപ്തമാണ്. തൃപ്തരല്ല എന്ന് പറയാനുള്ള വിധിയല്ല, പക്ഷേ വധശിക്ഷയാണ് നമ്മളെ കുടുംബം ആഗ്രഹിച്ചത്. വിധി ആശ്വാസമുണ്ട്, ആശ്വാസമില്ല എന്ന് പറയാൻ പറ്റില്ല. ഇരട്ട ജീവപര്യന്തമാണ്. അതും 10 പേർക്ക് ഇരട്ട ജീവപര്യന്തം എന്ന് വെച്ചാൽ അത് പരമാവധി ഒരുവിധം ഒരു കുറ്റം ചെയ്തതിനൊക്കെ ശിക്ഷയായിട്ടുണ്ടെങ്കിലും അതിൻ്റെ കാഠിന്യം മനസ്സിലാക്കി തൂക്കുകയർ വരെ പോവാമെങ്കിലും കിട്ടിയതിലത്തേക്ക് ഞങ്ങൾ ഒരു പരിധിവരെ തൃപ്തരാണ്. എങ്കിലും ആശങ്ക എന്ന് വെച്ചാൽ 10 പേരെ വെറുതെ വിട്ട്. സന്തോഷമുണ്ട്. എല്ലാവരും പ്രാർത്ഥനയുടെ ഫലമാണ്. ഞങ്ങളുടെ ആങ്ങളമാർക്ക് നീതി ലഭിച്ചു. 6 വർഷത്തെ പോരാട്ടത്തിൻ്റെ ഫലമാണ് ഇന്നുണ്ടായത്. ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ വെറുതെ വിട്ടവർക്കും ശിക്ഷ കിട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പൂർണ്ണ തൃപ്തരല്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിച്ച പരമാവധി ശിക്ഷ കിട്ടിയിട്ടില്ല. വധശിക്ഷ 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്ക് വധശിക്ഷ കിട്ടും തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇവർക്ക് ആ തരത്തിലുള്ള കുറ്റാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത്. കല്യോട്ടെ സ്മൃതി മണ്ഡപത്തിൽ കുടുംബാംഗങ്ങളും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി. അരുൺ പൂപ്പറമ്പയുണ്ട് കല്യോട്ട് നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഈ ശരത്ലാലിന്റെ പിതാവ് കഴിഞ്ഞ ദിവസം പറയുന്നതായിരുന്നു, കൊന്നവരെയല്ല കൊല്ലാൻ അയച്ചവരെയാണ് ഞങ്ങൾക്ക് ഏറ്റവും പേടി ഇപ്പോഴുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒപ്പം ഞങ്ങൾക്ക് ഏറ്റവും സങ്കടമായത് ഈ കേസിൻ്റെ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ട സർക്കാർ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാൻ അല്ലെങ്കിൽ CBI അന്വേഷണത്തെ തടയാൻ കോടികൾ മുടക്കി എന്നത് ഏറ്റവും സങ്കടപ്പെടുത്തിയ കാര്യമാണെന്ന്. ഈ ശിക്ഷാവിധി വരുമ്പോൾ കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെ? തുടർ നിയമ നടപടികളുടെ കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് എത്തുന്നുണ്ടോ UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒക്കെ? ഗോകുൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 6 വർഷം നീണ്ട ആ പ്രതിസന്ധി നിറഞ്ഞ നിയമ പോരാട്ടമായിരുന്നു. സംസ്ഥാന സർക്കാർ പോലും ആ കുടുംബത്തിനൊപ്പമല്ല നിന്നത്. CBI അന്വേഷണത്തിന് വേണ്ടി കുടുംബം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതി വരെ പോയി അതിനെ എതിർത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ 6 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ എറണാകുളം CBI കോടതിയിൽ ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ നിർഭരമായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്മൃതി മണ്ഡപത്തിലെ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും സ്മൃതി മണ്ഡപത്തിലെ നിമിഷങ്ങൾ. പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇരുവരുടെയും കുടുംബങ്ങൾ ശിക്ഷാവിധി കേട്ടത്. അത് നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കണ്ടത്. വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു ഉണ്ടായത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ അതായത് നീതി ലഭിച്ചതിൽ അവർക്ക് സന്തോഷമുണ്ട്. പക്ഷേ അവർ പ്രതീക്ഷിച്ചൊരു വിധിയിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ അവർ തന്നെ പറയുന്നത് പൂർണ്ണ സംതൃപ്തി ഈ ശിക്ഷാവിധിയിൽ ഇല്ല എന്ന് തന്നെയാണ്. അതിലെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, ഇതിൽ 10 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. അവർക്കെതിരെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്ന് ഇതിനകം തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ ആരോപിച്ചത് ഇതിൽ കൊന്നവർ മാത്രമല്ല കൊല്ലിച്ചവരെ കൂടി ശിക്ഷിക്കേണ്ടതുണ്ട്, അവർക്കും സമാനമായ ശിക്ഷ ലഭിക്കണം എന്ന ആവശ്യം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇതിൽ പ്രതികളാക്കപ്പെട്ട CPM-ൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KV കുഞ്ഞിരാമനുണ്ട്, ജില്ലാ കമ്മിറ്റി അംഗവും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെയുള്ളവരുണ്ട്. പക്ഷേ അവർക്കെതിരെ ഈ ക്രിമിനൽ ഗൂഢാലോചന കോടതിയിൽ തെളിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിൽ ഒരു വലിയ ശിക്ഷയിലേക്ക് പോയിട്ടില്ല. അവർ ജയിലിലേക്ക് പോകുന്നു എന്നുള്ളതിൽ ഈ കുടുംബങ്ങൾക്ക് ആശ്വാസമുണ്ട്. പക്ഷേ ഒരു വലിയ ശിക്ഷയിലേക്ക്, ഗൂഢാലോചന എന്ന തരത്തിലുള്ള ശിക്ഷയിലേക്ക് പോയിട്ടില്ല. അതിനെതിരെയും മേൽക്കോടതിയെ സമീപിക്കും. അതായത് പാർട്ടി നേതൃത്വം ഉൾപ്പെടെ ആലോചിച്ച് അത്തരമൊരു തീരുമാനമെടുക്കും എന്ന് അവർ പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ വധശിക്ഷ അവർ ആഗ്രഹിച്ചിരുന്നു. ഈ 1 മുതൽ 8 വരെയുള്ള പ്രധാനപ്പെട്ട കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികൾക്ക് വധശിക്ഷ അവർ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു ശിക്ഷാവിധിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ അതിൽ അപ്പീൽ പോകാനുള്ള സാധ്യത വളരെ കുറവാണ്.